സോ വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു സീസ് റോക്കസ്. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ബിഗ് ബോസിന്റെ അഗ്നിപരീക്ഷ എന്ന് പറഞ്ഞ പരിപാടി തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ അഖിൽമാരാറും റിയാസ് ഖാനും, അങ്ങനെ റിയാസ് ഖാനല്ല റിയാസും അതുപോലെ തന്നെ രഞ്ജിനിയും തുടങ്ങിയ എല്ലാവരും കൂടെ ഈ ടാസ്ക് അങ്ങ് പൊളിച്ചെടുക്കുവാണ്. 40 പേരാണ് ആദ്യത്തെ ടാസ്ക് കളിച്ചത്. അതായത് ടാസ്ക് ഇങ്ങനെയായിരുന്നു: 20 പൂട്ടും 20 പെട്ടിയുണ്ട്. അപ്പോൾ 20 പൂട്ടും 20 പെട്ടിയും കണ്ടുപിടിക്കുന്ന ആൾക്കാർ സേവും, ബാക്കിയുള്ള 20 പേരും ഔട്ട് എന്ന രീതിയിലാണ് ഇന്നലത്തെ ടാസ്ക് ഉണ്ടായിരുന്നത്. അതെന്തായാലും ടെലികാസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും കാണാം. അപ്പോൾ ടാസ്കിന് ഒരുപാട് വിശേഷങ്ങളുണ്ട്, എല്ലാം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഇവർ ഒരുപാട് പേര് പുതിയ ആൾക്കാരാണ്, നമ്മളിതുവരെ കാണാത്ത കോമണർ ആയിട്ടുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർ കളിക്കുന്നതൊക്കെ വളരെ രസകരമായിട്ട് തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നലെ 20 പേര് ഔട്ടായെന്ന് ഞാൻ പറഞ്ഞില്ലായിരുന്നു. ആ 20 പേര് ശരിക്കും ഔട്ടായിട്ടില്ല, അവർക്ക് ഒരു ചാൻസും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കി ജയിച്ചിട്ടുള്ള 20 പേർക്ക് വളരെ ട്വിസ്റ്റ് നിറഞ്ഞ ഒരു ഗെയിമായിരുന്നു. അവരെ ആ 20 പേരെ 3 ആക്കി സ്പ്ലിറ്റ് ചെയ്തു. ഒന്ന് അഖിൽമാരാൻ്റെ ടീം, ഒന്ന് രഞ്ജിനിയുടെ ടീം, അതുപോലെ തന്നെ നമ്മുടെ റിയാസിൻ്റെ ടീം എന്ന് പറഞ്ഞ് 3 ടീമായിട്ട് സ്പ്ലിറ്റ് ചെയ്തെടുത്തു. അങ്ങനെ അതിൽ ഏറ്റവും മികച്ച പ്ലെയർ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഈ മാൻ ഓഫ് ദ മാച്ച് ഒക്കെ പറയില്ലേ, അങ്ങനെ നന്നായി കളിക്കുന്ന ആളെ സെലക്ട് ചെയ്യാം. ഈ 3 ജഡ്ജസിനും കൂടെ സെലക്ട് ചെയ്തിട്ട് ആ ഒരു നന്നായി കളിച്ച ആൾക്ക് നല്ലൊരു കിടിലം ഒരു മെഡൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ മെഡല് സാധാരണ മെഡലല്ല കേട്ടോ. അത് എന്ന് പറയുന്നത് അതിൽ ഒരു സവിശേഷതകളുണ്ട്. അതായത് ആ മെഡൽ കിട്ടുന്ന ആൾക്കാർക്ക് ഒരുപാട് ബോണസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാമെന്നൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരു ടാസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കപ്പ് കൊട്ടാരമായിരുന്നു. അത് 3 പേര് ജയിച്ചു, 3 പേര് ഔട്ടായി പോയിരിക്കുന്നു. അതേപോലെ തന്നെ വേറൊരു ടാസ്കും കൂടി ഉണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം എന്താണ് ആ മെഡൽ. ഈ കാണുന്ന മെഡലാണ് നന്നായി കളിച്ച ആ മത്സരാർത്ഥിക്ക് ഇട്ട് കൊടുത്തത്. ഇതിൽ ഒരുപാട് ബോണസ് പരിപാടികളൊക്കെ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് റിയാസ് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അതുമാത്രമല്ല, രണ്ടാമത്തെ ടീമായിട്ടുള്ള രഞ്ജിനിയുടെ ടീമിലെ ആൾക്കാർക്ക് ഉണ്ടായിരുന്ന ടാസ്ക് എന്ന് പറയുന്നത് കുറേ റൗണ്ട് വള പോലത്തെ സാധനങ്ങൾ അവിടെ ഉണ്ടാവും. അപ്പോൾ അതിലിങ്ങനെ കയറി നിൽക്കുന്ന ഒരു ടൈപ്പ് ഒരു ടാസ്ക് ആയിരുന്നു. അങ്ങനെ അതിൽ 3 പേര് ജയിച്ചു, 3 പേര് തോറ്റു. വളരെ രസകരമായി ഫൺ ഉണ്ടായിരുന്നു, അതുപോലത്തെ ടെൻഷൻ നിറഞ്ഞൊരു ഗെയിംസ് ഒക്കെ ആയിരുന്നു. എന്തായാലും അഗ്നിപരീക്ഷ 3 ജഡ്ജസും അടിപൊളിയായിട്ടാണ് തൂക്കിയെന്ന് തന്നെ വേണം പറയാൻ. നല്ല രീതിയിലാണ് ആസ്വദിച്ച് കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഔട്ടായ 3 പേരിൻ്റെ മാനസികാവസ്ഥ നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് അടുത്തൊരു അവസരം കൊടുക്കുന്നുണ്ട്. നമ്മളിവിടെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട 3 പേരെയാണ്. അതായത് 6 പേരെ വെച്ചാണ് ഒരു മാച്ച് കളിക്കുന്നത്. അപ്പോൾ അതിൽ 3 പേര് ഔട്ടാക്കിയപ്പോൾ ഇനി ബാക്കിയുള്ള 3 പേര് വളരെ ഡേഞ്ചർ സോണിലോട്ടാണ് പോകുന്നത്. അവരെപ്പോൾ വേണമെങ്കിലും ബിഗ് ബോസിൻ്റെ ഈ ഒരു മത്സരത്തിൽ നിന്ന് പുറത്താവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഇത് കേട്ടപ്പോഴേക്കും ബാക്കിയുള്ള ജയിക്കണ്ടായിരുന്നു, മറ്റോടത്ത് പോയെങ്കിൽ ഒരു ചാൻസും കൂടെ കിട്ടിയാണ്. ഇവിടെ വന്നപ്പോൾ പെട്ടുപോയല്ലോ എന്നുള്ള രീതിയിലൊക്കെയാണ് നിൽക്കുന്നത്. എന്തായാലും വളരെ അടിപൊളിയായിട്ടുള്ള ഗെയിംസ് ഒക്കെയാണ് കണ്ടക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് നോക്കാം ഈ 40 പേരിൽ ആരാണ് ഭാഗ്യശാലി എന്ന്. സത്യത്തിൽ ബിഗ് ബോസ് കാണുന്നതിന് മുമ്പ് തന്നെ ഈ അഗ്നിപരീക്ഷ കാണേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഒരു അഗ്നിപരീക്ഷ കണ്ടു കഴിയുമ്പോഴാണ് നമുക്ക് എക്സാക്ട്ലി ഈ ബിഗ് ബോസിലോട്ട് കയറാനും അത് കാണുമ്പോൾ നമുക്ക് അത് കണക്ട് ചെയ്ത് കറക്റ്റായിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും അഗ്നിപരീക്ഷ ഇരുന്ന് കാണുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് അടിച്ച് നോക്കുക. നമുക്ക് അടുത്ത അപ്ഡേറ്റുമായിട്ട് വീണ്ടും കാണാം.